എല്ലാവർക്കും സ്റ്റഡി വിത്ത് മഹിമ പൗർണമിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണിത്. അപ്പം നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള സയൻസ് ബുക്കിൻ്റെ കുറേയധികം ക്ലാസ്സുകൾ നമ്മൾ അതിനകത്ത് എടുത്തു പോയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ക്ലാസ്സുകളായിരിക്കും നമ്മൾ ഇതിനകത്ത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു വരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പുതുതായിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ സയൻസ് ബുക്ക് ടെലഗ്രാം ചാനലും കൂടെ നിങ്ങൾ ഫോളോ ചെയ്ത് വരിക. അതിനകത്ത് നിങ്ങൾക്ക് ബയോളജി ഏത് സോഴ്സിൽ നിന്ന് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ സിലബസ് വന്നതിന് ശേഷമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ടോപ്പിക്കിലേക്ക് പോവാം. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഏത് ചാപ്റ്ററാണ് ആദ്യം വേണ്ടത് എന്ന് പോൾ ഇട്ടതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ്റെ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഏതാണ്? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ പഠിക്കുമ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ആദ്യം പഠിക്കേണ്ടതെന്ന് നോക്കാം. എന്തൊക്കെയാണ്? പൊസിഷൻ, പാത്ത് ലെങ്ത്, ഡിസ്പ്ലേസ്മെൻറ്റ്. ഏതൊക്കെയാണ്? പൊസിഷൻ എന്താണെന്ന് പഠിക്കണം, അതിൻ്റെ ഡെഫിനിഷൻ കാര്യങ്ങൾ പഠിക്കണം. പാത്ത് ലെങ്ത്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതിൻ്റെ എല്ലാം എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്താണെന്ന് പഠിക്കുക. പിന്നെ എന്താണ്? വേരിയബിൾ വെലോസിറ്റി, വേരിയബിൾ സ്പീഡ്, യൂണിഫോം വെലോസിറ്റി, യൂണിഫോം സ്പീഡ്, ആവറേജ് വെലോസിറ്റി, പിന്നെന്താണ് ആവറേജ് സ്പീഡ്, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, സ്പീഡ്. ഇതൊക്കെ ജസ്റ്റ് കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇനി ആക്സലറേഷൻ വരുമ്പോൾ ആക്സലറേഷൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പിന്നെ അതിൻ്റെ ബേസിക് പ്രോബ്ലംസ് ചെയ്യാൻ പഠിക്കുക. അത് നമ്മുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടല്ലാതെ ചെയ്യാൻ പറ്റുന്ന എല്ലാ തരം പ്രോബ്ലംസും നിങ്ങൾ മാക്സിമം ചെയ്ത് പഠിക്കുക. പിന്നെ ഇതിനകത്ത് പഠിക്കാനുള്ളത് റിലേറ്റീവ് വെലോസിറ്റി ആണ്. റിലേറ്റീവ് വെലോസിറ്റിയും ആക്സലറേഷൻ പോലെ തന്നെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ പറയുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ മെക്കാനിക്സിനെ പറ്റിയാണ് പറയുന്നത്. എന്താണ് മെക്കാനിക്സ് എന്നാണ് പറയുന്നത്? സയൻറ്റിസ്റ്റ് യൂസ് ദിസ് ടേം മെക്കാനിക്സ് ടു ഡിസ്ക്രൈബ് ദ മോഷൻ. എന്തിനാണ്? മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് സയൻറ്റിസ്റ്റുകൾ ഈ ഒരു പേര് യൂസ് ചെയ്തത് അല്ലേ. മെക്കാനിക്സ് എന്ന് അവർ യൂസ് ചെയ്ത് എന്തിനാണ്? ഈ മോഷൻ എന്ന് പറയുന്നതിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, there are several rules to explain all type of motion. അപ്പോൾ ഈ പറയുന്ന ഈ മോഷനെ, ടൈപ്പ് ഓഫ് മോഷനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് റൂൾസ് ഉണ്ട്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് മൂവ്മെൻറ്റ്സ് ആണ്. അതിൽ സിമ്പിൾ മൂവ്മെൻറ്റ്സിലാണ് നമ്മൾ ഇപ്പം പഠിക്കുന്ന ഈ ഒരു ചാപ്റ്റർ വരുന്നത്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇത് വരുന്നത് എവിടെയാണ്? ഏത് കാറ്റഗറിയിലാണ്? സിമ്പിൾ മൂവ്മെൻറ്റിനകത്താണ് വരുന്നത്. ഇനി കോംപ്ലക്സ് മൂവ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സർക്കുലർ പാത്ത്, അത് ഇനി അങ്ങോട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. അപ്പോൾ സർക്കുലർ പാത്ത് വരുന്ന ഏതിനകത്താണ്? കോംപ്ലക്സ് മോഷനകത്താണ് വരുന്നത്. മോഷൻ ഓഫ് ഇലക്ട്രിക്കൽ ചാർജസ് ഇൻ മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് ഫീൽഡും കോംപ്ലക്സ് മോഷനകത്താണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇത് ഇപ്പോൾ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇത് വെച്ചിട്ട് ഇത് ഏത് മോഷനകത്ത് വരുന്നതെന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നതുകൊണ്ട് അറിഞ്ഞു വെച്ചേക്കാം. The branch of physics which deals with the state of body under the action of force is called mechanics. ഒരു ആക്ഷൻ ഓഫ് ഫോഴ്സിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ബോഡി ആയിട്ടുള്ള ആ ഒരു ബന്ധം, അതിനെപ്പറ്റി പറയുന്ന ശാസ്ത്രശാഖയാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. മെക്കാനിക്സിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം: സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്, കൈനമാറ്റിക്സ്. എന്തൊക്കെയാണ്? സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്, കൈനമാറ്റിക്സ്. ഇതെന്താണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത്. എന്താണ് സ്റ്റാറ്റിക്സ്? എന്താണ് സ്റ്റാറ്റിക്സ്? ഇറ്റ് ഡീൽസ് വിത്ത് ദ ഇക്വിലിബ്രിയം ഓഫ് എ ബോഡി ഓർ സിസ്റ്റം. ഒരു ബോഡിയുടെ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ എന്താണ് ഒരു സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയം, അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക്സിൽ, അതായത് അത് അനങ്ങാത്ത പോലെ നമുക്ക് തോന്നും. അത് ഒന്നുകിൽ അനങ്ങാതിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ മൂവ്മെൻറ്റ് ഈക്വലായിട്ട് എന്താണ് അത് അനങ്ങാത്ത പോലെ നമുക്ക് തോന്നുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ്, ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി എന്താണ് കൈനമാറ്റിക്സ്? എന്താണ് കൈനമാറ്റിക്സ്? ഇറ്റ് ഡീൽസ് വിത്ത് ദ മോഷൻ ഓഫ് ബോഡീസ് വിത്തൗട്ട് കൺസിഡറിങ് ദ കോസസ് ഓഫ് മോഷൻ. എന്താണ്? ഒരു മോഷനെ കൺസിഡർ ചെയ്യാതെ ഉള്ള മൂവ്മെൻറ്റ്. എന്താണ്? വിത്തൗട്ട് കൺസിഡറിങ് ദ കോസസ് ഓഫ് മോഷൻ. ദ ബോഡി ഡീൽസ് എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് ദ മോഷൻ ഓഫ് ബോഡീസ് വിത്തൗട്ട് കൺസിഡറിങ്. എന്താണ്? നമ്മുടെ മോഷൻ്റെ കാരണത്തെ കൺസിഡർ ചെയ്യുന്നില്ല, അതുണ്ടായ ആ കാരണത്തെ കൺസിഡർ ചെയ്യാത്ത തരത്തിലുള്ള മോഷൻസിനെ നമ്മൾ ഏതിലാണ് ഉൾപ്പെടുത്തുന്നത്? കൈനമാറ്റിക്സിലാണ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി എന്താണ് ഡൈനാമിക്സ്? ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ആ മോഷൻ്റെ കാരണത്തെ കൺസിഡർ ചെയ്യും. അങ്ങനെ ആ ഒരു മോഷത്തിൻ്റെ കാരണത്തെ കൺസിഡർ ചെയ്യുന്ന തരത്തിലുള്ള മോഷൻസ് എല്ലാം ഏതിനകത്താണ് വരുന്നത്? ഡൈനാമിക്സിനകത്താണ് വരുന്നത്. ഓക്കെ,
അപ്പോൾ ഇൻ ദിസ് സെക്ഷൻ വി വിൽ ഡിസ്കസ് ദ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഒൺലി. നമ്മൾ ഈ ഒരു ചാപ്റ്റർ, നമ്മുടെ ചാപ്റ്റർ പേര് തന്നെ എന്താണ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന എന്തായിരിക്കും, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ മാത്രമായിരിക്കും. ദിസ് ടൈപ്പ് ഓഫ് മോഷനെ നമുക്ക് എന്തെന്ന് അറിയാം, ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ പോകുന്ന മോഷൻ, ആ മോഷനെ നമുക്ക് റെക്റ്റിലീനിയർ മോഷൻ എന്നും പറയാം. ഓക്കെ അല്ലേ? ദിസ് മേ ബി ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ, പിന്നെന്താണ് ഇവൻ സ്ലാൻഡിങ് വരെ വരാം. എന്തൊക്കെ വരാം, ഈ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ എന്തൊക്കെ വരും, ഹൊറിസോണ്ടൽ മോഷൻ വരും, വെർട്ടിക്കൽ അല്ലെങ്കിൽ ഫാളിംഗ് ആയിട്ടുള്ള മോഷൻസ് വരും, അല്ലെങ്കിൽ എന്താണ് സ്ലാൻഡിങ് ആയിട്ടുള്ള മോഷൻസ് എല്ലാം ഏതിലാണ് വരുന്നത്, ഈ പറയുന്ന സ്ട്രെയിറ്റ് ലൈനിലാണ് വരുന്നത്. ഓക്കെ, വി വിൽ നോട്ട് സ്പെസിഫൈ ദ കോസ് ഓഫ് മോഷൻ. ഇത് എന്തുകൊണ്ടാണ് ഈ മോഷൻ്റെ കാരണം എന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഇത് ഏതിനകത്ത് വരുന്നതായിരിക്കും, ഇത് കൈനമാറ്റിക്സിനകത്തായിരിക്കും വരുന്നത്. ഓക്കെ, an object is said to be a point object if the dimensions are negligible in comparison with the distance covered by it. നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ പറ്റി പറയണം, ഒരു പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ആ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിൻ്റെ ഡിസ്റ്റൻസ്, അത് കവർ ചെയ്ത ഡിസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പം അതിൻ്റെ ഡയമെൻഷൻസ് നെഗ്ലിജിബിൾ ആണെങ്കിൽ ആ പറയുന്ന ഒബ്ജക്റ്റിനെ നമുക്ക് പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇപ്പം നമ്മൾ വളരെ ദൂരത്തിലുള്ള, ഇപ്പം നമ്മൾ സ്റ്റാർ എന്ന് പറയുന്നത്, സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു ചെറിയ കുത്തു പോലെ ഉള്ളൂ അല്ലേ, പക്ഷെ യഥാർത്ഥത്തിൽ അതാണോ അതിൻ്റെ വലിപ്പം, അല്ല. എന്നാൽ നമ്മൾ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ മാസ്, അതിൻ്റെ സൈസൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല, അതിൻ്റെ ഡയമെൻഷൻസ് ഒന്നും നമുക്കവിടെ മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരു അതേ കണക്ക് നിങ്ങൾ അത് വിചാരിച്ചാൽ മതി, അതിനെ നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഒരു പോയിന്റ് പോലെയല്ലേ അവിടെ സ്റ്റാർസ് ഉള്ളത്, അപ്പോൾ ആ സ്റ്റാർ ഒരു പോയിന്റ് ആണ്, നമ്മൾ ഇവിടം വരെ ഉള്ളതാണ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ആ പ്രകാശം സഞ്ചരിച്ച് വന്നത് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പത്തിലുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. എ പോയിന്റ് ഒബ്ജക്റ്റ് ഈസ് കാൾഡ് എ പാർട്ടിക്കിൾ വെൻ ഈസ് എ നിയർ മാസ് പോയിന്റ്. ഇപ്പോൾ പോയിന്റ് ഒബ്ജക്റ്റിന് എന്തെന്ന് പറയാം, എ പാർട്ടിക്കിൾ വിച്ച് ഈസ് എ നിയർ മാസ് പോയിന്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ബേസിക് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ പഠിക്കുന്ന എന്താണ്, മോഷൻ ഇൻ 1, 2 and 3 ഡയമെൻഷൻസ് ആണ്. ഓക്കെ, ഇഫ് എ ബോഡി മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ പാത്ത്, ഒരു ബോഡി ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്താണ്, അത് 1 ഡയമെൻഷണൽ മോഷനാണ്. ഒരു ബോഡി ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെ മൂവ് ചെയ്യുകയാണ്, നേരെ മൂവ് ചെയ്യുകയാണ്, അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആൻഡ് മൂവിങ് ഓൺ എ ലോങ് സ്ട്രിങ്, അതെന്താണ് 1 ഡയമെൻഷണൽ മോഷനാണ്. കാർ മൂവിങ് എലോങ് എ സ്ട്രെയിറ്റ് റോഡ്, അതും എന്താണ് 1 ഡയമെൻഷണൽ മോഷനാണ്. എ ട്രെയിൻ മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ട്രാക്ക്, അതും എന്താണ് 1 ഡയമെൻഷണൽ മോഷനാണ്. എക്സാമ്പിൾസ് പഠിച്ചു വെച്ചേക്കുക. ചിലപ്പോൾ ഈ 3 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ, ലോങ് സ്ട്രിങ്ങിലൂടെ ആൻഡിൻ്റെ മൂവ്മെൻറ്റ്, പിന്നെന്താണ് സ്ട്രെയിറ്റ് റോഡിലൂടെ കാറിൻ്റെ മൂവ്മെൻറ്റ്, സ്ട്രെയിറ്റ് ട്രാക്കിലൂടെയുള്ള എന്താണ് ട്രെയിനിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ തന്നിട്ട് വേറൊരെണ്ണവും കൂടെ ഒക്കെ തരാം, നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന രീതിയിൽ. അപ്പം നിങ്ങൾ കാര്യം മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെ ഉള്ള ഒരു ബോഡിയുടെ മൂവ്മെൻറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം, 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയാം. ചിലപ്പോൾ ക്ലോക്കിൻ്റെ ഒക്കെ എടുത്ത് ഇതിൻ്റെ ഇടയ്ക്ക് കയറ്റിത്തരാം, ക്ലോക്കിൻ്റെ സൂചിയുടെ മൂവ്മെൻറ്റ് പറഞ്ഞാൽ ഇതിനകത്ത് വരുമോ, വരത്തില്ല. അപ്പം നിങ്ങൾ കാര്യം മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഇനി അടുത്ത എന്താണ്, 2 ഡയമെൻഷണൽ മോഷനാണ് അടുത്ത പഠിക്കുന്നത്. എന്താണ് 2 ഡയമെൻഷണൽ മോഷൻ? എ ബോഡി മൂവ്സ് ഇൻ എ പ്ലെയിൻ, ഒരു പ്ലെയിനിലൂടെയുള്ള 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്, ഒരു പ്ലെയിനിലൂടെയുള്ള മൂവ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, 2 ഡയമെൻഷണൽ മോഷൻ. അതായത് നമ്മളൊരു ബോൾ എറിയുകയാണ്, അങ്ങനെയാണെങ്കിൽ എന്താണ്, അത് 2 ഡയമെൻഷണൽ മോഷനാണ്. ബോൾ റോളിംഗ് ഓവർ ഗ്രൗണ്ട്, എറിയുന്നതും വരാം ഉരുട്ടുന്നതും വരാം. ഓക്കെ, ബോൾ നമ്മൾ ഒരു ഗ്രൗണ്ടിലൂടെ ഉരുട്ടുന്നതും മോഷൻ ഓഫ് എ പ്രൊജക്റ്റൈൽ, അതായത് ബോൾ എറിയുന്ന തന്നെ നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജാവലിൻ ത്രോ ഒക്കെ എറിയത്തില്ലേ, അത് എന്തിനകത്താണ് വരുന്നത്, ഈ 2 ഡയമെൻഷണൽ മോഷനകത്താണ് വരുന്നത്. ഓക്കെ, അടുത്ത മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ സ്പേസ് ഈസ് സെറ്റ് ടു ബി 3 ഡയമെൻഷണൽ മോഷൻ. അപ്പം എന്താണ്, ഒരു സ്പേസ്, അതായത് താഴെയും സൈഡും എല്ലാം നോക്കുന്നത്, അതായത് സ്പേസിലൂടെയുള്ള ഒരു വസ്തുവിൻ്റെ മൂവ്മെൻറ്റിനെ നമുക്ക് ഏതിൽ പെടുത്താം, 3 ഡയമെൻഷണൽ മൂവ്മെൻറ്റിൽ പെടുത്താം. അതേതാണ്, മോഷൻ ഓഫ് എ കൈറ്റ്, പട്ടം പറത്തത്തിലെ പട്ട എവിടെയാണ്, സ്പേസിലാണ് ഇരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ അടിഭാഗം സൈഡ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മോഷൻ ഓഫ് കൈറ്റ് ഏതാണ്,
കൈറ്റ് 3 ഡയമെൻഷണൽ മോഷൻ ആണ്. മോഷൻ ഓഫ് ബേർഡ് പറക്കുമ്പോൾ നമുക്ക് താഴെ നിന്ന് നോക്കി അതിൻ്റെ അടിഭാഗം കാണാം, സൈഡിൽ നിന്ന് നോക്കി അതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാം, അങ്ങനെ എല്ലാ സൈഡും കാണാൻ പറ്റൂലേ. അപ്പോൾ 3 സൈഡെങ്കിലും കുറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് മോഷനാണ് പഠിച്ചത്? മോഷൻ ഇൻ 1, 2 and 3 ഡയമെൻഷണൽ മോഷനാണ് പഠിച്ചത്. 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെ മാത്രമുള്ള ഒരു ബോഡിയുടെ മൂവ്മെൻ്റ് ആണ് 1 ഡയമെൻഷനിൽ വരുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്ത എന്താണ്? 2 ഡയമെൻഷണൽ മോഷൻ പഠിച്ചു. 2 ഡയമെൻഷൻ ഏതിലാണ് വരുന്നത്? ഒരു ബോൾ ഉരുട്ടി വിടുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ സൈഡും കാണാം, നമ്മൾ ഏത് സൈഡിൽ നിന്നാണ് ഉരുട്ടിയിട്ട് ആ സൈഡും കാണാം അല്ലേ. ഒരു ചരിഞ്ഞൊരു വ്യൂ നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ എന്താണ്? അത് 2 ഡയമെൻഷനാണ്. ഇനി നമ്മൾ എറിയുമ്പോൾ നമുക്ക് ഈ സൈഡും കാണാം, അത് കറങ്ങി അപ്പുറത്ത് പോകുമ്പോൾ സൈഡും കാണാം, അങ്ങനെയൊക്കെ അങ്ങ് വിചാരിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റൈൽ മോഷനും റോൾ ചെയ്ത് വിടുന്ന ബോളും ഒക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? അത് 2 ഡയമെൻഷൻ മോഷൻ്റെ എക്സാമ്പിളാണ്. ഇനി 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മൾ പറഞ്ഞത്? കൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറത്തിയിടുമ്പോൾ നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം കാണാം അല്ലേ. മുകൾ ഭാഗം കാണാൻ പറ്റില്ല, അടിഭാഗം കാണാം. ഈ സൈഡ് ഏതെങ്കിലും നമ്മൾ നിൽക്കുന്ന ഒരു സൈഡ്, 2 സൈഡും പിന്നെ അതിൻ്റെ അടിഭാഗവും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 3 സൈഡ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആലോചിച്ചാൽ മതി. അതേ കണക്ക് തന്നെയാണ് ബേർഡ്, അതേ കണക്ക് തന്നെയാണ് എയ്റോപ്ലെയിൻ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ആകാശത്തൂടെ പോകുന്ന എല്ലാ സാധനങ്ങളും 3 ഡയമെൻഷണൽ മോഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന 3.1 പഠിക്കാനായിട്ടുള്ളത്. അടുത്ത നമുക്ക് എന്താണ് 3.2 അടുത്ത ക്ലാസ് ആയിട്ട് പഠിക്കാം. അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ, ഇത് ജസ്റ്റ് ബേസ് ക്ലാസ് ആണ്, ഇത് പഠിക്കാൻ വലിയ പാടൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഇത്രയും ഒന്ന് കൺഫേം ആയിട്ട് നല്ല ബേസ് ഒന്ന് ഉറപ്പിച്ച് തന്നെ പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ഇത്രയും ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് തോന്നിയ ക്വസ്റ്റ്യൻസ് പറ്റുന്നവർ എഴുതിയിടുകയോ അല്ലെങ്കിൽ പോളായിട്ട് ഇടുകയോ ചെയ്യുക. എഴുതിയിടുകയാണെങ്കിൽ നിങ്ങളുടെ സമയം വലുതായിട്ട് വേസ്റ്റ് ആവത്തില്ല. നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസും കാണും. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പായിട്ട് നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പായിട്ട് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അത് എല്ലാവർക്കും ഗുഡ് ബൈ.